ഓൾ വെൽക്കം ബാക്ക് ടു പുനർജനി. നമ്മുടെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ എന്നോട് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ലൊക്കേഷൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാണിയാടാണ്. കാണിനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമുകളിനും പുത്തൻകുരിശിനൊക്കെ അടുത്തുള്ളൊരു പ്ലേസാണ് കേട്ടോ. നമുക്ക് ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്നത് എല്ലാ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ ചെയ്യും. പിന്നെ നമ്മൾ ഓരോരുത്തരെയും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് നിശ്ചയിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു സിംഗിൾ ഡേ മസാജ്, സ്റ്റീം ബാത്ത് അതൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു പെയിനും അത് ചെറിയ നീർക്കെട്ടൊക്കെ ശരീരത്തിൽ വരുമ്പോൾ അവർക്കൊരു ഫുൾ കോഴ്സ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഒരു സിംഗിൾ ഡേ മസാജ്, സ്റ്റീം ബാത്ത് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് റിപ്പീറ്റഡ് ആയിട്ട് അവർ വന്നിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്. ഇങ്ങനത്തെ കോഴ്സസിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ നമുക്കിവിടെ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയിലും വന്ന് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തേനെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. അങ്ങനെ എപ്പോഴും ഇപ്പോൾ ജോലി ഇത്തിരി കട്ടിയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ നീർക്കെട്ട് വരും, പെയിൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ സിംഗിൾ ഡേ മസാജ്, സ്റ്റീം ബാത്ത് മതിയാവും. ഇപ്പോൾ ഇപ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഒരു ദിവസം നമുക്ക് വീണ്ടും ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തൊരു സ്റ്റീം ബാത്തൊക്കെ എടുക്കുമ്പോൾ കുറേയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ കൺട്രോൾഡാവും. പിന്നെ അതല്ലാതെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ IVDP പോലത്തെ കണ്ടീഷൻ, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ്, സോറിയാസിസോ അതുപോലെയുള്ള ഡിസീസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറ് കേട്ടോ. അത് ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും, സിംഗിൾ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ എല്ലാ ഡിസീസിനും ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് മൈഗ്രെയിൻ, സൈനസിറ്റിസ് അതുപോലെയുള്ള കണ്ടീഷൻസിന് നമ്മൾ ശിരോധാര, അതുപോലെ ശിരോധാരയുടെ ഓയിൽസൊക്കെ നമ്മൾ ഓരോരോ കണ്ടീഷൻസിന് അനുസരിച്ചാണ് കേട്ടോ നിശ്ചയിക്കുന്നത്. പിന്നെ നസ്യത്തിന് നമ്മൾ മൂക്കിലൊഴിക്കുന്ന ഓയിലും അതും നമ്മൾ നിശ്ചയിക്കുന്നത് ആ ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ചാണ്. പിന്നെ തല പൊതിച്ചിൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഒരു ഹെർബൽ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതും ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുണ്ട് ഇതിനെല്ലാം. അതുകൊണ്ട് കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫേഷ്യലുണ്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അലോപേഷ്യക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതെല്ലാം അതിൻ്റെ സിറ്റിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ പേഷ്യൻ്റ് വൺസ് കൺസൾട്ടേഷൻ വരുമ്പോൾ പിന്നെ അവരുടെ ഡയറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അവർക്ക് കഴിക്കാനുള്ള കുറച്ച് പാനീയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്, ആയുർവേദിക് ആയിട്ടുള്ള, അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഫുള്ളൊരു ഡയറ്റ് ചേഞ്ച് നമ്മൾ വരുത്തുന്നുണ്ട് കേട്ടോ ഈ കണ്ടീഷൻസിൽ. പിന്നെ ലേഡീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതായത് മെൻസ്ട്രൽ റിലേറ്റഡ് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ്. പിന്നെ അതുപോലെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉദ്വർത്തനം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ഒരു 1 ഡേ പ്രയറായിട്ട് അല്ലെങ്കിൽ 1 വീക്ക് മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, അതുപോലെ ഇൻറ്റേർണൽ മെഡിസിൻസും ഉണ്ട് കേട്ടോ. ട്രീറ്റ്മെൻറ്റ്സ് മാത്രമല്ല, ഇൻറ്റേർണൽ മെഡിസിൻസും കൂടെ കഴിക്കണം. എന്നാലാണ് നമുക്ക് ഇൻറ്റേർണലി കൂടി അത് ക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ഒരു പരിധിവരെ നല്ലതാണെങ്കിൽ പോലും ഇൻറ്റേർണലി മെഡിസിൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടറെ തന്നെ കണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ നമ്പറിൽ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2-3 ഡേയ്സ് മുന്നേ ഇൻഫോം ചെയ്യേണ്ടതാണ്.